നോമിനേഷൻ പ്രക്രിയ ഇപ്പൊ അവസാനിച്ചതേ ഉള്ളൂ ലൈവില്. പവർ ടീമാണ് ആദ്യം ഒരാളെ നോമിനേറ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട്. അർജുനെയാണ് രണ്ടുപേരും കൂടി സെലക്ട് ചെയ്തത്, നമ്മുടെ ജിൻഡോയും റെസ്മൻ ബായും കൂടെ. അത് കഴിഞ്ഞ് ജിൻഡോനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. ഗബ്രീനെയാണ് ജിൻഡോ നോമിനേറ്റ് ചെയ്തത്, നോറേനെ രണ്ടാമത് പറഞ്ഞു. അത് കഴിഞ്ഞ് രസ്മിൻ വരുന്നു. രസ്മിൻ പറഞ്ഞ രണ്ടുപേരുകൾ ജാൻമണി, ശ്രീരേഖ എന്നിവരെയാണ്. ശ്രീതു നോമിനേറ്റ് ചെയ്തത് ഗബ്രീനെയും ജാസ്മിനെയും. ശരണ്യ നോമിനേറ്റ് ചെയ്തതും ഗബ്രി, ജാസ്മിൻ എന്നിവരെയാണ്. നോറ നോമിനേറ്റ് ചെയ്തതും ഗബ്രി, ജാസ്മിൻ. അപ്സര നോമിനേറ്റ് ചെയ്തത് യമുന, ഗബ്രി. ഋഷി നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ, ശ്രീരേഖ. അൻസിബ നോമിനേറ്റ് ചെയ്തത് ഗബ്രി, ജാസ്മിൻ. അർജുൻ നോമിനേറ്റ് ചെയ്തത് യമുന, ഗബ്രി. ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് ഗബ്രി, ജാസ്മിൻ. ജാൻമണി നോമിനേറ്റ് ചെയ്തത് ഗബ്രി, ജാസ്മിൻ. യമുന നോമിനേറ്റ് ചെയ്തത് അൻസിബ, ഗബ്രി. ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് ശ്രീതു, ജാൻമണി. ഗബ്രി നോമിനേറ്റ് ചെയ്തത് അൻസിബ, ജാൻമണി. ജാൻമണിനെ നോമിനേഷനിൽ ടാർഗറ്റ് ചെയ്യണം എന്നത് ജബ്രികളുടെ ഒരു തീരുമാനമായിരിക്കണം. പിന്നെ മറ്റേ നോമിനേഷൻ ഒരുമിച്ചായിരിക്കാം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ ശ്രീതു നോമിനേഷനിൽ വന്നില്ല. രണ്ടുപേരുടെയും പ്ലാൻ എന്തായാലും കൊള്ളാം. ലാസ്റ്റ് നോമിനേറ്റ് ചെയ്തത് നമ്മുടെ സിജോയാണ്. യമുന, നോറ എന്നിവരെയാണ് സിജോ നോമിനേറ്റ് ചെയ്തത്. അപ്പോ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചപ്പോൾ ഗബ്രിക്ക് 9 വോട്ടുകൾ, ജാസ്മിന് 7, അർജുൻ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലേക്ക് വന്നു. യമുനയ്ക്ക് 3, ജാൻമണിക്ക് 3, ശ്രീരേഖ 2, നോറ 2. അങ്ങനെ 7 പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നത്. ഗബ്രി, ജാസ്മിൻ, അർജുൻ, യമുന, ജാൻമണി, ശ്രീരേഖ, നോറ. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ റോക്കി ബായ് പുറത്തായതുകൊണ്ട് റോക്കിയുടെ വോട്ടുകൾ എങ്ങനെ മറിയും എന്ന് കാണാൻ വെയിറ്റിംഗ് ആണ്. ഇതിൽ ആർക്കും അറിയും എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ജാൻമണിക്കും ബാക്കി അർജുനും അറിയുമെന്നാണ്. എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഗബ്രി ഇച്ചിരി ഫേക്ക് ആണെങ്കിൽ നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. ഗബ്രിയെ പുറത്താക്കാൻ വേണ്ടി അങ്ങനെ റോക്കി ആർമി ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ സീസണിൽ സാഗറിന് സംഭവിച്ച പോലെ ഒരു ഷോക്കിംഗ് എവിക്ഷൻ നമുക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയാം.